മക്കളെ, ഞാൻ അപ്രതീക്ഷിതമായി എറണാകുളം വരെ പോയി തിരിച്ചു വന്നു. ഇന്നലെ പോയി, ഇന്നലെ ഇപ്പോൾ കുറച്ച് മുന്നേ എത്തി. ചെന്നൈ മെയിലിൽ തിരിച്ചെത്തി. പോയതും മെയിലിൽ, വന്നതും മെയിലിൽ കേട്ടോ. വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴേ സമയം കിട്ടിയത്. അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ്, വീട്ടിൽ വന്നിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണം നെറ്റ് പ്രശ്നമാണല്ലോ നമുക്ക് വഴിയോരങ്ങളിലൊക്കെ ഇടാൻ വന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയ ദിവസമാണ്. എൻ്റെ കൂട്ടുകാരികളെന്ന് ഓർമ്മിപ്പിച്ച ദിവസം അല്ലേ? നമ്മൾ പെട്ടെന്ന് ഓർത്തൊന്നും വരില്ല, പക്ഷെ അവർ ഓർത്തു വച്ചിരുന്നു. കൊറോണ വന്ന് നമ്മളെല്ലാം വീടുകൾ ലോക്ക്ഡൗൺ ആയിപ്പോയ ദിവസമാണെന്ന് അല്ലേ? എത്ര ദുഃഖകരമായ ഒരു ദിവസം. ആ വർഷം മറക്കാൻ കഴിയില്ല. ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർക്കും അല്ലേ? കുട്ടികളുടെ ഭാവി ജീവിതം തന്നെ നശിപ്പിച്ച ഒരു ദിവസമായിരുന്നു അല്ലേ? കുട്ടികൾ മൊബൈലിന് അഡിക്ഷനായി പോയ ഒരു ഇതായിരുന്നു, സന്ദർഭമായിരുന്നു അത്. അപ്പോഴേ നമ്മൾ ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ടതായി നടിക്കുന്നു ഇല്ലേ? സത്യമല്ലേ അത്? ഞാൻ ഇതിലിടുന്ന വീഡിയോസ് പലതും, എൻ്റെ എല്ലാ വീഡിയോകളും പലതും നമ്മുടെ ജീവിതത്തിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ദുഃഖം തന്നതും സന്തോഷം തന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക്, എല്ലാവർക്കും ഇവരെയൊന്നും അറിയണമെന്നില്ല. ഞാൻ അതുകൊണ്ട് ആരെയും വ്യക്തികളെയും പറയണമെന്നില്ലല്ലോ. ഞാൻ നമ്മുടെ ഒരു അനുഭവങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഘടകങ്ങളായതുകൊണ്ട് മാത്രം എനിക്കിന്നത് പറയണമെന്ന് തോന്നി. അതൊക്കെ ആയിക്കോട്ടെ. അപ്പോഴേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനുഷ്യരെല്ലാം അഭിനയം നടിക്കാൻ മിടുക്കരാണ്. യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസവുമാണ്. കൊറോണ പോലെ പൊക്കോട്ടെ, അതിൻ്റെ ഓളോ എന്താ, ശരിയല്ലേ? ലോങ് വീഡിയോ ഇട്ടാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരിക്കുന്നു. ഞാൻ അധികം വൈകാതെ ലോങ് വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ ബൈ.